ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചതാണ് നിങ്ങളോട് പറയുന്നത്. കേട്ടതും കണ്ടതും തൊട്ടറിഞ്ഞതുമായ ഞങ്ങളുടെ സാക്ഷ്യമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഈ ലോകത്തിൻ്റെ വ്യഗ്രതയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടത്തിലെ മക്കളെ നമുക്ക് വളർത്തുവാൻ നമുക്ക് കഴിവില്ലാതെ പോകുന്ന അവസ്ഥ, സമയമില്ലാതെ പോകുന്ന അവസ്ഥ. നമ്മൾ ഒരു മനുഷ്യന് ആത്മാവും മനസ്സും ശരീരവുമുണ്ട്. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് മനസ്സിനും ശരീരത്തിനും വേണ്ടിയാണ്. മനസ്സിനെ പൊടിപ്പിക്കുന്നു, ശരീരത്തെ പൊടിപ്പിക്കുന്നു. ആത്മാവിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ആത്മാവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ഇപ്പോൾ പരിശോധിച്ചറിയേണ്ടവരാണ്. നമ്മൾ ആത്മാവിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കണം. ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ, ഈ ഭൂമിയിൽ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്തിന് പ്രയോജനമുണ്ട്? ഈ ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ശരീരം ഇവിടെ അഴിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ഒരു ഉപയോഗത്തിനുമില്ല എന്നുള്ള ബോധ്യം നമ്മളിലേക്ക്, ഓരോ മക്കളിലേക്കും അത് കടന്നു വരേണ്ട ആവശ്യകതയുണ്ട്. ഇന്നിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും എവിടെയും കടന്നു വരുമ്പോൾ നമ്മൾ കടന്നു വരുന്ന ഓരോ വാർത്തകളും നമ്മുടെ വേദനാജനകമായ വാർത്തയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഈശോയെ എന്ന വലിയ രക്ഷകന്റെ ആ കൃപ നമ്മൾ എല്ലാവരും സ്വന്തമാക്കണം. ഇന്ന് ഈ നിമിഷം നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന ഈ ഛായാചിത്രത്തെ നമ്മൾ നോക്കുക. ഇത് ജീവനുള്ള ചിത്രമാണ്. ഇത് നേരത്തെ നമ്മൾ ബ്രദർ പറഞ്ഞതുപോലെ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് ഈശോ പറഞ്ഞു കൊടുത്ത് ഈ ഛായാചിത്രം നിർമ്മിച്ചതാണ്. ഈ ഛായാചിത്രത്തിൽ നോക്കുന്നവർക്ക് വലിയ കൃപ ലഭിക്കും. അത് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ ഛായാചിത്രത്തിന് വലിയ ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അതിക്രമങ്ങൾ എല്ലാത്തിലും വേണ്ടി ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റത് നമുക്ക് ജീവൻ നൽകാനാണ്. ഇത് മരിച്ച ഒരു ദൈവമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇന്ന് ജീവിക്കുന്ന ഈ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനും നിങ്ങൾ മനസ്സിലാക്കുവാനും നിങ്ങൾ സ്വീകരിക്കുവാനും രക്ഷകനായി ഈശോയെ സ്വീകരിക്കുവാനുമാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്നത്. ഈശോയെ നമ്മൾ ഓരോരുത്തരും സ്നേഹത്തോടെ ഈശോ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു, ഓരോ വ്യക്തികളെയും സ്നേഹിക്കുന്നു. ആത്മാവിന് വേണ്ടി നമ്മുടെ ഓരോ ആത്മാവിൻ്റെയും നിജസ്ഥിതി മനസ്സിലാക്കി മാറോട് ചേർക്കുന്ന ഈശോയുടെ അടുക്കലേക്ക് നമ്മൾ ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും ഈശോയുടെ പക്കലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓടിച്ചെല്ലാം. അതാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. ഈശോയ്ക്ക് മുമ്പ് തന്നെ എത്രയോ വർഷത്തിന് മുമ്പാണ് യേശയ്യാ പ്രവാചകൻ ഇങ്ങനെ എഴുതിയത്. ഈശോയെ മറ്റുള്ളവർ മനസ്സിലാക്കാതെ ഈശോയെ കുരിശിൽ തറച്ചപ്പോഴും ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോയുടെ നെഞ്ചിലേക്ക് കുന്തം കുത്തിക്കയറ്റിയ ആ കൊലയാളിയുടെ കണ്ണ് സൗഖ്യപ്പെടുത്തി കൊടുത്ത യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഈശോ കടന്നു പോയപ്പോൾ രോഗികളെയും പാപികളെയും ശാപത്തിലായിരിക്കുന്നവരെയെല്ലാം സൗഖ്യപ്പെടുത്തി. നമുക്കറിയാവുന്ന എത്രയോ രോഗികളുണ്ടായിരുന്നു. അവരെല്ലാം നാടോട് ചേർത്തു. കുഷ്ഠരോഗികളായ മനുഷ്യരെ ഹൃദയത്തോട് ചേർത്ത്, ശരീരത്തോട് ചേർത്ത് വെച്ചാണ് ഈശോ സൗഖ്യം നൽകിയത്. അതേ ഈശോയാണ് ഇന്നും ജീവിക്കുന്ന ഈശോ. ഇന്നും ജീവിക്കുന്നു. ഈ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഈശോയെ രക്ഷകനായിട്ട് സ്വീകരിക്കണം. ഹല്ലേലൂയ. ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ.